അപ്പൊ എന്റെ ഫൈനലി 2 മില്യൺ സബ്സ്ക്രൈബർ ആവുകയാണ്. 20 ലക്ഷം ഏതാനും നിമിഷങ്ങൾക്കറിയാം. 4 3 2 1 ഇപ്പൊ പൊട്ടിക്കണം. അങ്ങനെ ഒരു തിളങ്ങുന്ന ദിവസത്തിൽ മഴ പെയ്യുന്ന ഒരു ദിവസത്തിൽ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പം തേങ്ങ മേടിക്കാൻ പോവാം. തേങ്ങ വെറുതെ എഡിറ്റ് വരുന്നില്ല, അമ്മ വന്നിട്ട് തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് മേടിക്കാൻ പോകും. എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ തേങ്ങ മേടിച്ചോണ്ട് പോകും. അങ്ങനെ മഴക്കാലം വരികയാണ് കേരളത്തിൽ. മഴക്കാലം വരുവാണെന്ന് അറിയത്തില്ല, എന്തായാലും മഴ പെയ്യുന്നുണ്ട് അവിടെ ഇരിക്കുന്ന തേങ്ങ. അപ്പം മഴയും തീർന്ന് എനിക്ക് തേങ്ങയും കിട്ടി. എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ. മഴ തീർന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടി വെട്ടുന്നുണ്ട്. അപ്പം സിസ്റ്റം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അടിച്ചു പോയത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കുറച്ച് പേർക്ക് ബാംഗ്ലൂർ വെച്ച് അടിച്ചു പോയിട്ട് 1 ലക്ഷം രൂപ മുടക്കേണ്ടി വന്നത്. ആ ദിവസം എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല, വെറുതെ ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക്. അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ ഇടിയൊക്കെ മാറിക്കഴിഞ്ഞ് നമുക്ക് എഡിറ്റ് ചെയ്യും. ഇപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കണ്ട് പുട്ടും പഴവുമാണ്. ഇന്നലെയും പുട്ട്, മിനിഞ്ഞാന്നും പുട്ട്, ഡെയിലി പുട്ടാണ്. കഴിക്കാം. അപ്പോൾ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡിന് വെച്ചിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. അത് എന്താണെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പേ വേറൊരു സ്പെഷ്യൽ ഉണ്ട്, എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അമ്മ എന്തോ ലഞ്ചിന് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ഞാൻ. ഇത് എന്തുകൊണ്ടത്? ഇത് കേട്, തൈര്, ഇത് മീൻ വറുത്തത്, ഇത് മീൻ കറി, ഇത് ഡിഫറെൻറ്റ് മീനാണ്. പിന്നെ ഇത് ചോറ്. അപ്പോൾ ഇത് കഴിച്ച് സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ഈ ദിവസത്തിന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പെയാണ് നമ്മൾ ഒരു 1 മില്യൺ സെലിബ്രേറ്റ് ചെയ്ത്, ഓർമ്മയുണ്ടോ? ഈ കുറച്ച് ദിവസം മുമ്പേ. അത് തന്നെ ഇന്ന് നമ്മൾ 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്യുവാണ് വേറൊരു ചാനലിനകത്ത്. എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പറയാം. അത് മലയാളം ചാനലായിരുന്നു. എനിക്കൊരു ഹിന്ദി ചാനലുണ്ട്. ഹിന്ദി ചാനൽ അതിപ്പോൾ ഇന്ന് ഒരു 2 മണിക്കൂറിൽ 2 മില്യൺ ആവും. ഇപ്പം എത്രയാണെന്ന് കാണണം. അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്നതാണ് 19,96,860. അത് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. 61 ഇനിയും പോവാ നോക്കട്ടെ. പോകത്തില്ലേ? അതെ കണ്ട പോകുന്നുണ്ട്. ഇനി പിന്നെ പറയണ്ടല്ല. 2 മില്യൺ 3 മില്യൺ 4 മില്യൺ. ഇപ്പൊ തൽക്കാലം 2 മില്യൺ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതിനു വേണ്ടി മറ്റേ ആ സാധനം, ഞാൻ പൊട്ടിയ സാധനം ഇല്ലായിരുന്നു, പാർട്ടി പോപ്പർ. 1-2 റൗണ്ട് ഇനിയും മേടിക്കണം. എനിക്ക് നാളെ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ 2-4-5 എണ്ണം മേടിച്ചോണ്ട് വരാം. അതിട്ട് മറ്റേ ആമസോണിനകത്ത് ഒരു ഹെയർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തില്ല, ആ ഒരെണ്ണം വന്നിട്ടുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ പ്രൊഡക്റ്റ്, ലോറിയലിന്റെ. ഇത് മുടിയൊക്കെ ഫ്രിസിയും ഡ്രൈ ആയിട്ടിരിക്കുമ്പം മുടിയെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഒറിജിനൽ ആണെന്ന് നോക്കട്ടെ. എന്ന് വെച്ചാൽ റിവ്യൂസിനകത്ത് ഉണ്ടായിരുന്നു ഇതിന്റെ സീലൊക്കെ പൊട്ടിയാ വരുന്നതെന്ന്. അപ്പോൾ സീല് പൊട്ടിയിട്ടുണ്ടായില്ലെന്ന് നോക്കാം. സീൽ ഉണ്ടായില്ലെന്ന് നോക്കട്ടെ. സീൽ ഇല്ലല്ലോ അതിനകത്ത്, അത് കൺഫേം ചെയ്യട്ടെ. അത് സീല് സാറിന് ഉണ്ടായില്ലെന്ന്. അതിനകത്ത് സീല് സാറിന് ഇല്ലെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടിട്ടൊക്കെ എല്ലാ സീലില്ലാതൊക്കെ ഇരിക്കുന്നത്. ചിലപ്പോൾ സീലില്ലായിരിക്കും. എന്തായാലും ഉപയോഗിച്ച് നോക്കട്ടെ. അപ്പൊ ഞാൻ ആ മാസ്ക് ഉപയോഗിച്ച് കേട്ടാ. മുടി ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. മുടി നനഞ്ഞിരിക്കുമല്ലേ. ഒരു 4-5 ദിവസം എന്തായാലും ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും നല്ലത്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. എന്തായാലും ഇത് കൊള്ളാമില്ലെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ എത്ര സബ്സ്ക്രൈബർ ആയി? 300 കൂടിയാ. പെട്ടെന്ന് പാർട്ടി പേപ്പർ മേടിച്ചോണ്ട് വരാം കേട്ടോ. ആവശ്യമുള്ള പാർട്ടി പേപ്പറെ മേടിച്ച് ഇതുമായിട്ട് വീട്ടിലെത്തായിരുന്നു. 2 മില്യൺ ആയി കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എത്രയായി? ഇനി 2300 കൂടി വേണം. അപ്പൊ കുറച്ച് സമയം എന്തായാലും എടുക്കുമായിരിക്കും. അമ്മ കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മേനെ നമുക്കൊന്ന് വിളിച്ച് സർപ്രൈസ് ചെയ്യാൻ കേട്ടോ. അമ്മേ എങ്ങനെയുണ്ട് ഇന്ന്? ചായ കുടിച്ചില്ലല്ലോ. പോട്ടെ. അത് കുഴപ്പമില്ല. ചായക്ക് പകരമുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതെന്തുവാണെന്ന് നോക്കി. അടുത്ത സെലിബ്രേഷൻ ആ കടയിലുള്ള ഫുള്ള് ഞാൻ തന്നെ മേടിച്ചോണ്ട് വന്നു തോന്നുന്നു. ഏറ്റവും വീട്ടിൽ ഞാനാ മറ്റേ ആ സെയിം കടയിൽ ഈ കഴിഞ്ഞ 30 മാസമായിട്ട് പല വെട്ടവും പോയിട്ടുണ്ട്. കേക്ക്, പല പാർട്ടി പോപ്പർ. അയ്യോ പുള്ളി വെപ്പിക്കണ്ട. എന്തിനാണെന്ന് അറിയണ്ടേ സെലിബ്രേഷൻ? ആണോ? അതാണ്. എങ്ങോട്ട് നോക്കി? മോഡലിലോട്ട് അല്ല മോണിറ്ററിലോട്ട്. 20 ലക്ഷം ഹിന്ദി ചാനലല്ലേടാ. ഹിന്ദി ചാനല അടിക്കണ്ട. എന്നെ മെക്കിട്ട് കയറുന്നത്. ഹിന്ദി ചാനൽ ഇപ്പൊ 20 മില്യൺ ആകാൻ പോവുകയാണ്. മനസ്സിലായ? ഇപ്പൊ ആയില്ല, കുറച്ച് സമയം എടുക്കും. 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കും. ഇനി 2000 സബ്സ്ക്രൈബർ കൂടി വേണം കേട്ടോ. അപ്പൊ ഇത്ര ഇടം തിളക്കേണ്ട ആരും. 20 ലക്ഷത്തിന് എന്ത് വാങ്ങിച്ചു തന്നു? ഫുഡ് മാത്രമേ പറയാനുള്ളൂ എനിക്ക് കേട്ടോ. വേറെ ഒന്നും ഇപ്പൊ തൽക്കാലം പറയാനില്ല. ഞാൻ റിച്ച് ആട്ടോ. അമ്മയും തിരിച്ചും മറിച്ചും ഗുരുവായൂരിനോട്ട് പിടിക്കുകയാണല്ല. റൂട്ട് മാറ്റി പിടിക്കണ്ട കേട്ടാ. ഇല്ലാത്ത റൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട. ഗുരുവായൂർ പുറലോട്ട് പോകണ്ട പ്ലീസ്. ഇപ്പൊ പറ്റത്തില്ല. ഈ കണ്ടോണ്ടിരിക്കുന്ന ചാനൽ 1 ലക്ഷം ആയ ഞാൻ ഗുരുവായൂരുണ്ട്. 10 ലക്ഷം എന്ന് പറയുന്നത് ആകത്തില്ലേ അപ്പൊ ഈ വ്ളോഗ് ചാനല്? അമ്മയ്ക്ക് ഒരു വിശ്വാസം ഇല്ല ആക്കുന്നു. കണ്ട നീ എന്താ വഴിയിൽ മോങ്ങുന്ന കിടന്ന്. ഈ ചാനലെല്ലാം കൂടെ കിടന്നിട്ട് ഏത് ചാനലെന്നൊരു അച്ഛൻ വരാത്തതിന് അച്ഛനെ കാണിക്കും. നേരായിട്ട് എന്ത് മേടിച്ചു? അമ്മയ്ക്ക് ആ കമ്മല് വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയില്ല. എന്നിട്ടുള്ള അമ്മ നേരായിട്ട് എന്ത് വാങ്ങിച്ചിരുന്നു? ആ കമ്മലല്ലേ അങ്ങോട്ട് ചെവി കിടക്കുന്നത് ഇവിടെ. അപ്പൊ 1 കിട്ടിയൊരു സന്തുഷ്ടനാകും.
ഇപ്പൊ തൽക്കാലം എന്റെ പൈസ വരട്ടെ. ഇപ്പോഴും 1100 സബ്സ്ക്രൈബർ ഇനിയും വേണം നോക്കിക്ക്. ഇത് പെട്ടെന്നാവുക, ഇനിയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ല. വേറൊരു കാര്യം പറയാൻ വിട്ടു, മലയാളം ചാനലിനകത്ത് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല, 1 മില്യൺ ആയതേ ഉള്ളൂ. അപ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ ലിങ്ക് എനിക്ക് ഇപ്പോൾ യൂട്യൂബ് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ജസ്റ്റ് അഡ്രസ്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഒരു 3 ആഴ്ചക്കുള്ളിൽ വരും. ഇതിലാണ് എവിടെ കൊണ്ട് തൂക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിലേറെ സ്ഥലമുണ്ട്. ഇവിടെ തന്നെ ഒന്നും ഞാൻ തൂക്കിയിട്ടില്ല, എല്ലാം ഇപ്പോഴും ബോക്സ് തന്നെ ഇരിക്കുക. നമ്മൾ ഒരു ദിവസം പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ വീട്ടിൽ ചെയ്യും, ഈ വീട്ടിലല്ല വേറൊരു വീട്ടിൽ. അല്ല ഗോൾഡൻ പ്ലേ ബട്ടനകത്ത് ഏതെങ്കിലും ഒരു ഇമോജി എനിക്ക് ചേർക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ വരുന്നുണ്ട് ഇമോജി. ഇത് ഞാൻ ഓൾറെഡി ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഇട്ടതാ, അപ്പോൾ ഞാൻ വേറെ ഒരു ഇമോജി ഒപ്പിക്കണം. ഞാൻ ഇമോജി സെലക്ട് ചെയ്ത് കേട്ടത് ഇതാ, ഈ പൈസയുടെ ഇമോജി. എനിക്ക് വൈ ഇതിന്റെ കൂടെ അവർ പൈസ ഒന്നും തരുന്നില്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പൈസയുടെ കണ്ണുള്ള ഇമോജിന് മേടിക്കാൻ ഞാൻ അല്ലേ. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ, കുറെ നേരമായിട്ട് രണ്ടും പ്രിപ്പയർ ആയിട്ടിരിക്കുക. പക്ഷെ ഇതുവരെ ഇത് 20 ലക്ഷം ആയിട്ടില്ല. ഇത് ഇപ്പോഴും എത്ര ബാക്കി വേണം? 921. ഏകദേശം 929 29 വേണം. കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കുമെന്ന് നിങ്ങളോട് ഇരിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 2 മണിക്കൂറൊന്നും പിടിക്കത്തില്ല, പെട്ടെന്നാ പോകുന്നത്. 74 75 ആയി, ഇത് ഇപ്പൊ 76 നോക്കിയോ, 76. എനിക്ക് തോന്നുന്നു കൈസ് ഏകദേശം 15 മിനിറ്റ് കാര്യം നടക്കും കേട്ടോ. 2 മണിക്കൂറൊന്നും എടുക്കത്തില്ല. അച്ഛൻ പറഞ്ഞത് 2 മണിക്കൂറൊന്നും, പക്ഷെ എനിക്ക് ഒരു 10-15 മിനിറ്റ്. 8 മണിക്ക് ആവുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതിപ്പോ 8:15 500 450 ഇനിയും വേണം. ഇനി 20 മിനിറ്റ് പിടിക്കും. അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. എന്റെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്ന് പിഴച്ചു പോകാണ്ട് ഇനി 1/2 മണിക്കൂർ കൂടി എടുക്കും. 1000 സബ്സ്ക്രൈബർ വേണ്ടത് 1 മണിക്കൂർ മുമ്പേ ആയിരുന്നു കേട്ടാ. ഇപ്പം 250 സബ്സ്ക്രൈബർ വേണം. ഇപ്രാവശ്യം ആവും, അത് ഉറപ്പാ. ഉറപ്പാ 5 മിനിറ്റ്. 99 സബ്സ്ക്രൈബർ ഇനിയും വേണം. 98. ഇനി എന്തായാലും ആയിക്കോളൂ. അമ്മ പിടിച്ചു, ഇപ്രാവശ്യം പൊട്ടിക്കണം കേട്ടോ. അച്ഛനോട് എടുത്ത് പറഞ്ഞു. അർജുൻ കുട്ടിയുടെ മുതലക്കുട്ടി എണ്ണിക്കോ, നമ്പർ എണ്ണിക്കോ. അപ്പൊ എന്റെ ഫൈനലി 2 മില്യൺ സബ്സ്ക്രൈബർ ആവുകയാണ്. 20 ലക്ഷം ഏതാനും നിമിഷങ്ങൾക്കറിയാം. 4 3 2 1 ഇപ്പൊ പൊട്ടിക്കണം. ഉണ്ടായിരുന്ന പൊട്ടിയുമില്ല. എങ്ങനെയാണ് ഇത് പൊട്ടിക്കുന്നത്? എനിക്ക് മാത്രം തിരിച്ചാ മതി താഴെ. എനിക്കൊരു പേടി. എടാ ഇതിന് പഴകിയതാണ് വാങ്ങിച്ചിട്ട് വന്നത്. ചുമ്മാതല്ലേ പൊട്ടാത്ത കേട്ടാ. ഇതെല്ലാം തൂക്കേണ്ടി വരും. അച്ഛൻ എപ്പോഴത്തേം പോലെ ഓടിക്കളഞ്ഞു കേട്ടാ. അച്ഛൻ എവിടെ വിളിച്ചാലും അച്ഛൻ വരുത്തുമില്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു. ഇപ്പൊ അച്ഛനെ കാണാനും ഇല്ല. ഒറ്റയടിക്ക് എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അച്ഛൻ അപ്പം അവിടെ സ്ഥലം കാലിയായി. അപ്പൊ ഞാനും അമ്മയും പുറത്ത് പോകാൻ പോവാം. ജെയിംസ് ബിസിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവിടെ ചിക്കൻ ഉണ്ട്. എന്തായാലും ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചത് എന്ത് മേടിച്ചത്. അമ്മ അറ്റ്ലീസ്റ്റ് റെസ്റ്റോറന്റിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീഡിയോ എടുത്ത് പിന്നെയും കാണാൻ വന്നേ. വീഡിയോ വെച്ചാൽ സത്യത്തിൽ ഞാൻ കാണാറില്ല. അയ്യോ കണ്ടവര് വിളിച്ചു പറയുമ്പോഴാണ് സ്വന്തം വീഡിയോ ഞാൻ കാണാറില്ല. എന്റെ അമ്മ കാണുന്നു. കാണുന്നില്ല. കാണാൻ നോക്കുന്ന സമയത്ത് നീ കളയുന്നു. എന്റെ സബ്സ്ക്രൈബർ തോലം പറയുന്ന ഒരു ഷോക്ക് ഇരിക്കുക. നീ എന്തുവാണെന്നാ പറഞ്ഞത്? നീ ഒന്നും പറഞ്ഞത് ഓ നല്ല മെനക്കെട്ട് പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്. പേരെന്തുവാ? ടോണി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാനിപ്പോഴേ അറിയുന്നത് മദേഴ്സ് ഡേ ആണെന്ന്. ഇത് മദേഴ്സ് ഡേ ട്രീറ്റ് ആണ് എടുത്തത്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇത് പിന്നെ ചിക്കൻ മട്ടനും പിന്നെ ഫിഷും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതെല്ലാം കാണുക. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അങ്ങനെ വീട്ടിലെത്തി കേട്ടാ. അടുത്ത പ്രാവശ്യത്തോട്ട് ഇനി 3 മില്യൺ 4 മില്യൺ ആയിരത്തി ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ പോക്ക് ഒഴിവാക്കി വേറെ എന്തെങ്കിലും നമുക്ക് പിടിക്കണം. ഇപ്പം എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറെ കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് പൈസയൊക്കെ വരട്ടാ, എന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. ഇപ്പം എന്തായാലും പൈസ ബാക്കിയുള്ള വീഡിയോസിനൊക്കെ യൂസ് ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.